എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരാനുള്ള അനുവാദം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ പിതാവിന് നൽകിയിരുന്നു എന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് സീറോ മലബാർ സഭാ കൂരിയ ചാൻസലർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിൽ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സീറോ മലബാർ സഭാ കൂരിയ വിശദീകരണക്കുറിപ്പ് ഇറക്കിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത അർപ്പണരീതി നടപ്പാക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ പിതാവ് മാർപ്പാപ്പയുടെയും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് സിനഡ് തീരുമാനം ഉടൻ നടപ്പിലാക്കാൻ കഴിയാത്ത പള്ളികൾക്ക് ഒഴിവു നൽകാൻ അനുവാദം നൽകിക്കൊണ്ട് പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം കരിയിൽ പിതാവിന് കത്തു നൽകുകയും ചെയ്തു. എന്നാൽ പരിശുദ്ധ സിംഹാസനത്തിൽ നൽകിയ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് കരിയിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മുഴുവനുമായും ഈ കുർബാനയുടെ ഏകീകൃത അർപ്പണരീതിയിൽ നിന്ന് ഒഴിവു നൽകിക്കൊണ്ട് സർക്കുലർ നൽകിയത്. തെറ്റായി നൽകപ്പെട്ട ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് അവകാശവാദങ്ങളും അസത്യ പ്രഘോഷങ്ങളും രൂപം കൊണ്ടിരിക്കുന്നതെന്ന് സീറോ മലബാർ സഭ കൂരിയ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണരീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ രേഖകളിലൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെയും നിലപാടുകൾ സംശയലേശമന്യേ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈ കത്തുകളുടെ ഉള്ളടക്കം വൈദികരെയും വിശ്വാസികളെയും യഥാസമയം അറിയിക്കാതിരുന്നത് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്കും തെറ്റായ പ്രചരണങ്ങൾക്കും കാരണമായി. ഈ കത്തുകളുടെ സത്യസന്ധമായ വായന വഴി സഭ കൂട്ടായ്മയിൽ മുന്നേറുന്നതിനും സഹായിക്കട്ടെയെന്നും വിശദീകരണക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ജൂലൈ 3-ാം തീയതി സീറോ മലബാർ സഭാംഗങ്ങൾക്കായി എഴുതിയ കത്തിൽ പുതിയ റാസ കുർബാന തക്സംഗീകരിക്കുന്ന ഈ അവസരത്തിൽ സഭയുടെ ഉപരിനന്മയും ഐക്യവും ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണരീതി ഉടനടി നടപ്പിലാക്കാൻ എല്ലാ വൈദികരെയും സമർപ്പിതരെയും അൽമായ വിശ്വാസികളെയും ആഹ്വാനം ചെയ്യുകയുണ്ടായി. 2021 ജൂൺ 9-ന് പരിശുദ്ധ സിംഹാസനം പുതിയ തക്സ് അംഗീകരിച്ചപ്പോൾ വ്യക്തമായ മാർഗരേഖയും നൽകിയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഷക്കീന ന്യൂസ്, കൊച്ചി.